കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി. 150-ലധികം യാത്രക്കാർ മുംബൈ വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് സാങ്കേതിക തടസ്സം? എപ്പോഴേക്ക് ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് കിട്ടുന്ന സൂചന? ഇന്നലെ രാത്രി 11:30-യോടെയാണ് കോഴിക്കോട് നിന്ന് വിമാനം പറന്നു വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട്, അടിയന്തര ലാൻഡിംഗ് നടത്തുകയാണെന്ന് അനൗൺസ്മെന്റ് വന്നു എന്നതാണ് യാത്രക്കാർ പറയുന്നത്. പിന്നീട് പുലർച്ചെ 1:30-യോടെ മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നു. അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു അവ്യക്തത ഉണ്ടായിരുന്നു എന്നതാണ് യാത്രക്കാർ പറയുന്നത്. പല സമയം മാറ്റി മാറ്റി വിമാന കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ വിമാനം പുറപ്പെടും എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിയിപ്പ്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 150ഓളം യാത്രക്കാരാണ്. പലർക്കും മസ്കറ്റിൽ എത്തിയതിനു ശേഷം മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം യാത്രകളൊക്കെ തന്നെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് അത്തരം യാത്രക്കാർ ഉള്ളത്. യാത്രക്കാർ വലിയ പ്രതിഷേധം വിമാനത്താവളത്തിന് ഉള്ളിൽ വിമാന കമ്പനി എയർ ഇന്ത്യക്ക് നേരെ ഉയർത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഏർപ്പെടുത്തുന്നതിൽ വിമാന കമ്പനിക്ക് വിമുഖതയുണ്ടായി എന്നതാണ് യാത്രക്കാർ ആരോപിക്കുന്നത്. ഏതായാലും സമയം മാറ്റി ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ വിമാനം പുറപ്പെടുമെന്നാണ് അറിയിപ്പുള്ളത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് യാത്രക്കാർ മുംബൈ വിമാനത്താവളത്തിൽ. ശ്രീനാഥ്, ഇപ്പോൾ എപ്പോഴേക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്? യാത്രക്കാര് അവർ വലിയ പ്രതിഷേധത്തിലാണോ? തീർച്ചയായും യാത്രക്കാരോട് ആദ്യം 1:30-ക്ക് വിമാനം ഇറക്കിയതിന് ശേഷം പിന്നീട് കുറേ മണിക്കൂറുകൾ വലിയ അവ്യക്തത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലഘുഭക്ഷണമൊക്കെ കൊടുത്ത് വിമാനത്താവളത്തിൽ തന്നെ അവരെ ഇരുത്തി മറ്റൊരു വിമാനം ഏർപ്പാടാക്കുന്നു എന്നതാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് ഇതേ വിമാനം തന്നെ സാങ്കേതിക തകരാർ പരിഹരിച്ചതിന് ശേഷം പറന്നുവരും എന്ന് അറിയിക്കുന്നു. അങ്ങനെ അത്തരം സമയം പോലും പലവട്ടം മാറ്റി എന്നതാണ് യാത്രക്കാർ പറയുന്നത്. 9 മണി, 10 മണി അങ്ങനെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 1 മണിയാണ് പറഞ്ഞത്. എന്നാൽ പോലും 1 മണിക്ക് വിമാനം പുറപ്പെടുമോ എന്നുള്ള കാര്യം മുൻ അനുഭവങ്ങൾ വെച്ച് യാത്രക്കാർ സംശയത്തോടെയാണ് നോക്കുന്നത്. ശ്രീനാഥ്, എത്ര യാത്രക്കാരുണ്ട്? 150 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. അതിൽ ഏതാണ്ട് 40ഓളം പേർക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. മസ്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് മുന്നോട്ടുള്ള യാത്രയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരം യാത്രക്കാരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഈ പ്രശ്നത്തിൽ പെട്ടുപോയത്. കാരണം അവർക്ക് മുന്നോട്ടുള്ള യാത്ര ഏതായാലും ആ വിമാനം റദ്ദാക്കപ്പെടുന്നു. അവർക്ക് മുന്നോട്ടുള്ള യാത്ര അവിടെ പോസിബിൾ അല്ല. പിന്നീട് ഇനിയിപ്പോൾ മസ്കറ്റിൽ എത്തുകയാണെങ്കിൽ അത് പിന്നീട് മറ്റൊരു വിമാനം അറേഞ്ച് ചെയ്യേണ്ടത്, അത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയടക്കമുള്ള അവർക്ക് മറ്റ് സമയത്തിന് എത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്താൻ കഴിയാത്ത അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുന്നത്. എപ്പോൾ ഈ യാത്രക്കാർക്ക് യാത്ര തുടരാമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്.